എന്തായാലും എന്നോട് ദേഷ്യപ്പെട്ടില്ലല്ലോ. അല്ല, എനിക്കെന്താ അവളെ തടിച്ചെന്ന് വിളിക്കാൻ തോന്നിയേ? ബ്രോ, ഇങ്ങോട്ട് വാ. ആന്റി, മാഗി. എന്താ മോം എന്നോട് വരാൻ പറഞ്ഞേ? മാഗി നമ്മളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട് ബേബി. ജാനകിയെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ പറ്റില്ല അത്രേ. ജാനകി ശരിക്കുള്ള അനന്തരവളല്ലെന്നും കിളവി വേഷം വിട്ട് നീ കളിച്ച നാടകം അതെന്നങ്ങ് പറഞ്ഞേക്ക്. അതിപ്പോ നടക്കും തോന്നില്ല. എന്റെ അനിയത്തെ കൊല്ലുവോ? മാഗി, മാഗി വിട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോം? അതാ എനിക്കും ഒരു പിടി കിട്ടാത്തത്. അവിടെ ദശരഥ രാമവർമ്മ ആസ്തി അനന്തരവളെ ഏൽപ്പിക്കാനായിട്ട് എഗ്രിമെന്റ് വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജാനകി എങ്ങാനോ അനന്തരവളാണെന്ന് വിശ്വസിച്ചാ സകലതും അവള് കൈക്കലാക്കും. പിന്നെ നമ്മള് വഴിയാധാരമാവും. മോം എന്തെങ്കിലും ചെയ്യണം. ഇത്രയും നാള് കഷ്ടപ്പെട്ട് ഇപ്പൊ അമ്മ വരെ വന്ന ശേഷം വെറുതെ പോണെന്ന് പറഞ്ഞ അതിനേക്കാളും വലിയ ഗതികേട് വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും മോം. വേണ്ടി വന്ന ആ ജാനകിയെ നമുക്കങ്ങ് കൊല്ലാം. എന്നാലും എനിക്ക് ഇവിടുത്തെ അനന്തരവളായേ തീരൂ. എന്റെ പൊന്നു തമ്പുരാനെ, നിങ്ങൾ രണ്ടുപേരും അമ്മയും മോളുമായിരുന്നല്ലേ? എന്നിട്ട് ഒന്നും അറിയാത്ത ഭവതി ഇവിടുത്തെ അച്ഛന്റെ അനിയത്തിയായിട്ട് വന്ന് എന്റെ അമ്മ എന്തൊക്കെ നാടകങ്ങളെ കളിച്ചേ. പിന്നെ നീ എന്റെ വൈദേഹി ചേച്ചിയുടെയും ദേവൻ ചേട്ടന്റെയും ജീവിതം വച്ച് കളിക്കുന്നു. കാണിച്ചു തരാ രണ്ടെണ്ണത്തിനെ. വിനയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും ചെയ്യല്ലേ വിനയ. ബേബി, അവനെ വെറുതെ വിടല്ലേ. വിട്ടാ പ്രശ്ന. ഇവിടുത്തെ അച്ഛനെ ചതിക്കാൻ നോക്കുന്നോ? എന്റെ കുടുംബത്തെയാ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കുന്നേ. വെറുതെ വിടില്ല നിങ്ങളെ ഞാൻ. വിടല്ലേ? എല്ലാം ഇപ്പൊ കാണിച്ചു തരാം. വിനയ, വിനയ, വിനയ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏയ്, നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കേ. എന്റെ രഹസ്യം മനസ്സിലാക്കിയവരാരും ആരും ജീവിച്ചിരിക്കാൻ പാടില്ല. നീ ചെന്ന വാതിലങ്ങ് കുറ്റിയിടും.
എന്നെ കൊന്നുകളഞ്ഞാലും നിങ്ങളിപ്പോ സംസാരിച്ച ഓരോ വാക്കും ദേവൻ ചേട്ടനും ജാനകി ചേച്ചിയും കേട്ടിട്ടുണ്ടാവും. എന്താ നോക്കുന്നേ? ഷോക്കായി പോയോ? നിങ്ങൾ പറയുന്നത് അവരെങ്ങനെയാ കേൾക്കുന്നതെന്നായിരിക്കും ചിന്തിക്കുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ബോധം കെട്ടുവിടപ്പോ ആശുപത്രി കൊണ്ടുപോയില്ലായിരുന്നോ? അവിടെ വെച്ച് എന്താ നടന്നതെന്ന് നിനക്കറിയാവോ? ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് രക്ഷയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഓരോ വാക്കും അവരവിടെ കേട്ടിട്ടുണ്ടാവും. ഇവിടത്തെ സംസാരം ദേവന്റെ ഫോണിൽ റെക്കോർഡ് ആയിട്ടും ഉണ്ടാവും. എന്നെ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചെന്ന് അവർ മനസ്സിലാക്കും. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടാൻ പറ്റില്ല. ഒരാള് രക്ഷപ്പെടില്ല. മോം, ഇതെന്താ? കൊന്നു കളഞ്ഞല്ലോ മോം. അവരവിടെ ഇരുന്ന് എല്ലാം കേക്കുമല്ലേ? ബേബി, കേട്ടിരുന്നെങ്കി ഇപ്പൊ അവരിങ്ങ് എത്തില്ലായിരുന്നോ? അവിടെ പൂജ നടന്നോണ്ടിരിക്കല്ലേ. ഇപ്പൊ അവരാ ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടാവും. അവര് കേൾക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ കാര്യം സാധിച്ചെടുക്കണം. എന്താ ചെയ്യണ്ടേ മോം? നമ്മൾ നിൽക്കുന്നത് ജാനകിയുടെ റൂമിലാ. ഒരു കണക്കിന് ഇത് നല്ലതാ. ഇവന്റെ കൊലപാതകൻ ജാനകിയുടെ അക്കൗണ്ടിൽ എഴുതും. എന്നിട്ട് നിന്നെ ഇവിടുത്തെ അനന്തരവളാക്കും. ഞാൻ പറയുന്ന കേട്ടാ മതി. യെസ് മോം, ദേ മോം, ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നോക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ സംസാരിച്ചതിന്റെ ഒരു റെക്കോർഡും അവരുടെ അടുത്തില്ല മോളെ.
പക്ഷെ ജാനകിയാണ് വിനയനെ കൊന്നതെന്നുള്ളതിന് തെളിവേറെയുണ്ട്. വിനയന്റെ ശവം. അപ്പൊ പിന്നെ ആ ഡോക്യുമെന്റ്സ് എന്തിനാ മോം? ചുമ്മാതങ്ങ് കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? അനന്തരവളുടെ ആസ്തി കൈവശപ്പെടുത്താനാണെന്ന് പറയണ്ടേ? ആദ്യം ഇവനെ പിടിക്കേ. ഈ മാല എങ്ങനെ ഇവിടെ വന്നു? ഇതെന്താ മോം? ദശരഥ രാമവർമ്മ ചെറുപ്പത്തില് അനന്തരവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്ത മാല. ഇതെങ്ങനെയാ ജാനകിയുടെ റൂമിൽ വന്നത്? ഇതെങ്ങാനും അവളെടുത്ത് കഴുത്തിലിട്ട അവളാണ് അനന്തരവളെന്ന് ദശരഥ രാമവർമ്മ വിശ്വസിക്കും. എന്നിട്ടും അവള് കഴുത്തിലിടാതെ ഇവിടെ ഒളിപ്പിച്ചെന്തിനാ? അതെന്തെങ്കിലും ആവട്ടെ മോം, ഇതിപ്പോ ഞാൻ ഇട്ടോണ്ട് ചെന്നാ ഞാൻ അനന്തരവളെന്ന് അവര് വിശ്വസിക്കുമല്ലോ. അതങ്ങ് താമോ, ഞാൻ ഇട്ടോണ്ട് പോട്ടെ. അതിന് സമയമായിട്ടില്ല. ഇതിങ്ങനെയല്ല നീ ഇടേണ്ടത്. നിന്റെ കഴുത്തിലേക്ക് വരേണ്ട വഴിയിലൂടെ ഞാനിത് നിന്റെ അടുത്തേക്ക് എത്തിച്ചോളാം. ഒന്നും അറിയാത്ത ഭാവത്തിൽ നീ ചെന്ന് പൂജ നടക്കുന്നിടത്തിരിക്കെ. നടക്ക്. അമ്മേ, അച്ഛാ, ഇത് ഇത് കൊടുക്ക്. കഴിപ്പിക്കും. കൊടുക്കച്ചാ. ഇത് കഴിപ്പിക്കമ്മേ. കൊടുക്ക്. Come on. അച്ഛാ, ഇന്ന് അച്ഛന്റെ കൈ കൊണ്ട് അമ്മയെ കഴിപ്പിക്കണേ. അച്ഛൻ ധൈര്യമായിട്ട് കൊടുക്കച്ചാ. അമ്മേ, ഇനി അമ്മ കൊടുക്ക്. എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ഇത്രയും നാൾ എങ്ങനെ കേട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്റെ പ്ലാൻ എന്താന്ന് മനസ്സിലാക്കിക്കോ. മോളെ മാളവികേ, ഇതാരാ? അമ്മയായിരുന്നോ? വാ. അമ്മേ, അമ്മ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? വിളിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ഒരു അമൂല്യമായ വസ്തു ആശ്രമത്തിൽ നീ മറന്നുവെച്ചു. അത് നിന്നെ ഏൽപ്പിക്കാൻ വന്നതാ. ഇതെന്റെ അമ്മ എനിക്ക് തന്ന മാലയാ. ഇത് കാണാതായപ്പോ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. താങ്ക്സ് അമ്മേ. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാ. സൂക്ഷിച്ചു പോണേ അമ്മേ. ശരി മോളെ.
അമ്മാവാ ഇത് കണ്ടോ, നോക്കിക്കേ. ഇത് എന്റെ അമ്മ ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് തന്നതാ. ഇത് നിന്റെ അമ്മ തന്നതാണോ? ദാസേട്ടാ, ഇത് നോക്കിക്കേ. ചെറുപ്പത്തിലെ ദാസേട്ടൻ ഇട്ടുകൊടുത്ത മാലയാ. ശരിയാണ്, ഇത് അതേ മാല തന്നെയാണ്. ഇപ്പൊ ഉറപ്പായി, നീ ആ ശാന്തമ്മയുടെ മകള്, എന്റെ അനന്തരവള്. ഇത് ഞാൻ നിന്നെ ഏൽപ്പിച്ച മാലയല്ലേ? അതാ എനിക്കും മനസ്സിലാവാത്ത മാഗി. എന്റെ പൊന്നു മോളെ, മോനെ ദേവ, താങ്ക്സ്. താങ്ക് യു. എന്റെ ഷഷ്ടി പൂർത്തിയിടന്ന് അനന്തരവളെ കണ്ടെത്താനാവൂന്ന് പറഞ്ഞില്ലേ, അത് നടന്നു. അച്ഛാ, അവള് ശാന്തിയമ്മയുടെ മോളൊന്നുമല്ല. നിന്റെ അച്ഛൻ ചെറുപ്പത്തിലെ കഴുത്തിൽ ഇട്ടുകൊടുത്ത മാല. ഇതിലപ്പുറം ഇനി എന്ത് തെളിവാ? ഈ മാല കയ്യിലുള്ളവരെല്ലാം ഇവിടുത്തെ അനന്തരവളാവോ അമ്മേ? അത് എന്റെ കയ്യിലിരുന്ന മാലയാ. ഈ മാളവിക അത് എങ്ങനെ അടിച്ചു മാറ്റിയതാ? മതി, നിർത്ത് നിന്റെ നാടകം. കുറെ കാലായി നീ വീട്ടിൽ കയറി വന്ന് ഞങ്ങൾ എല്ലാവരും പറ്റിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുന്നത് മാളവികയാണെന്നേ. മാളവിക ശാന്തിയമ്മയുടെ മോളല്ല, അവൾ മറ്റാരോ ആണ്. അവളുടെ അമ്മ ഇവിടെ എവിടെയോ തന്നെയുണ്ട്. അവര് തമ്മിലുള്ള സംസാരമൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. ജാനകി, എന്റെ ഫോൺ നിന്റെ അടുത്തല്ലേ ഉള്ളത്? എന്റേലില്ലല്ലോ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി അവരത് എടുത്തിട്ടുണ്ടാവും. എടി, മര്യാദയ്ക്ക് ഫോണിങ്ങിതാ. ഒന്ന് നിർത്തുന്നുണ്ടോ ദേവാ? അവള് പറയുന്നതും കേട്ട് മാളവികയുടെ നേർക്കുള്ള ചാട്ടം നിനക്കെതിരെ കൂടുന്നുണ്ട് ദേവാ. മാളവിക ഇവിടുത്തെ അനന്തരവളെന്ന് പലതവണ പറഞ്ഞു. ഇപ്പൊ അതിനുള്ള തെളിവും കിട്ടി. ഇനി മാളവിക എന്തെങ്കിലും പറഞ്ഞ് ഞാനത് കേട്ടുകൊണ്ട് നിൽക്കില്ല. ദേവന് മാളവികയെ മുറപ്പെണ്ണായി അംഗീകരിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ അമ്മേ? ദാസേട്ടാ, അവൾക്ക് കൊടുക്കാനുള്ള സ്വത്തിന്റെ എഗ്രിമെന്റ് ആക്കിയതല്ലേ, അതങ്ങ് കൊടുത്തേക്ക്.
അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ കിട്ടും ഡോക്യുമെന്റ്സ്. ശരിക്കുള്ള ട്വിസ്റ്റ് ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കൗസല്യേ, ഡോക്യുമെന്റ്സ് പേപ്പേഴ്സ് അവിടെയൊന്നും കാണുന്നില്ല. ഞാനിപ്പോഴല്ലേ അത് അവിടെ എടുത്തു വെച്ചേ. നീ അത് അവിടെ നിന്ന് എടുത്തായിരുന്നോ? ഞാനെന്തിനെടുക്കണം? ഞാൻ കണ്ടിരുന്നു അമ്മാവ. കുറച്ചു മുമ്പ് ജാനകി അച്ഛന്റെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ പേപ്പേഴ്സ് എടുത്തിരുന്നു. അത് അവളുടെ മുറിയിലേക്കാ കൊണ്ടുപോയേ. അത് ചിലപ്പോ അച്ഛൻ പറയുന്ന ഡോക്യുമെന്റ്സ് തന്നെയാവും. ഇല്ലമ്മേ, കള്ളം പറയാ. ഞാൻ അവിടുന്ന് ഒന്നും എടുത്തിട്ടില്ല. ശരിയാണ്. ഈ മാളവിക സത്യത്തിൽ ഇവിടുത്തെ ആരുമല്ല. എന്താ വായടച്ച്? പറയാനുള്ളത് പറയ്. പാവം ജാനകിക്ക് എത്ര പേരാ സപ്പോർട്ട് ചെയ്യേ. പക്ഷെ ആരുടെ അടുത്തും തെളിവുകളില്ലെന്നേ ഉള്ളൂ. ആ ഡോക്യുമെന്റ്സ് എങ്ങനെ നിന്റെ മുറിന്ന് കിട്ടിയാല് അതോടെ സ്വത്തിന് വേണ്ടിയുള്ള നിന്റെ ഈ കപട നാടകം അവസാനിക്കും.